ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ആദ്യം തന്നെ പറയാനുള്ളത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ പല നോയ്സും കേൾക്കും. ആരും അത് മൈൻഡൊക്കെ നിൽക്കരുത്, കാരണം എൻ്റെ മോൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു അടിപൊളി ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഒരു എന്താ പറയുക, നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി തീനൊക്കെ വരില്ലേ, അതായത് തീന മീൻസ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കാം എന്നിങ്ങനെ ആലോചിക്കും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നോളി. പിന്നെ ഉണ്ടല്ലോ, ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും കയറി കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു 10-15 ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 10-15 ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ബൗളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറുമുറു വന്നു വെച്ചാൽ മാതിരി ഒന്ന് പിച്ച് ചീന്തി കൊടുക്കുന്നുണ്ട്. ഇനി നേരെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതായത് നല്ല അടിപൊളി പാലുണ്ടല്ലോ, പാക്കറ്റ് പാൽ, അത് പൊട്ടിച്ച് അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ചിലവർ പറയും ഇതിനിടയിൽ പിന്നെ നമ്മൾ പശുവിൻ്റെ കറന്നിട്ട് അങ്ങനെ തന്നെ മൂട്ടുന്ന് കൊണ്ട് ഒഴിക്കണം എന്ന് വയ്ക്കും. അങ്ങനെ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ഒരു ഇങ്ങനെ പരിവാക്കിച്ചത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പിന്നെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോട് പറയുകയാണ്, അതായത് ഒന്നും കൂടി നല്ല ബ്ലെൻഡായി കഴിഞ്ഞാൽ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മതിയെങ്കിൽ ഒരു കട്ടി പോലെ കിടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് 2-3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരെ അടുപ്പത്തേക്ക് ഒരു പാൻ അങ്ങോട്ട് വെക്കുക. മനസ്സിലായോ? അടുപ്പത്തേക്ക് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നേരെ ഒരു പാൻ അങ്ങോട്ട് വെക്കുക കേട്ടോ. അതിനു മുമ്പ് ഇതാണ് നമ്മളെ തീനിട്ടോ, അതായത് സമൂസക്ക് ഉണ്ടാക്കിയൊരു ഫില്ലിങ് ചെയ്യുന്നു, സമൂസക്കല്ല വേറൊരു കേക്കിന് ഉണ്ടാക്കിയും. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന ഫില്ലിങ്ങുകൾ മാറ്റിച്ചേട്ടോ. അപ്പോൾ അതുപോലെ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രെഡ് കേക്ക് പോലെ ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതാ നേരെ അടുപ്പത്തൊരു പാന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, വീഡിയോ എടുക്കുന്നത്, അതായത് ഇതിൻ്റെ മെയിൻ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഇമ്മ കേട്ടോ. അപ്പോൾ വീഡിയോ ചിലപ്പോൾ തല കുത്തിനും ചെരിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചാളെ. എഡിറ്റിങ്ങിൻ്റെ റോള് മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ, വേറെ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഇതുപോലെ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി ഒഴിച്ചാൽ മതി, ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കട്ടി വേണം, കാരണം നമ്മൾ അടിയിലെ ബേസ് ഒന്ന് കട്ടിയാവണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിരുന്നുണ്ട്. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് എന്താ പറയുക, എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ വെന്ത് വരില്ലേ, മോൾ ഭാഗം ഒന്ന് ഉറച്ചെന്ന് കണ്ടാൽ നേരെ നമ്മളെ തീന എല്ലാ ഭാഗത്തും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും മിക്സാക്കി നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിന് വലിയ പണിയൊന്നുമില്ല. ഇതുപോലെ വരുന്ന ബാക്കി വന്ന് മാവുണ്ടല്ലോ, അത് ഇതുപോലെ എടുത്ത് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ അടിക്കുന്ന സമയത്ത് ലേശം ആ ഒരു ബാറ്ററിലേക്ക് കോഴിമുട്ടൻ്റെ കൂടെ തന്നെ ഉപ്പും ലേശം കുരുമുളകും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി. പിന്നെ ഒന്നും പറയണ്ട, ഉണ്ണി അത് മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ